അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതികളൊക്കെ പ്രഖ്യാപിച്ചു. അതോടെ കേരളം ഇതാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. മുന്നണികളൊക്കെ ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലായി കണക്കാക്കാം എന്നതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണം പാരമ്യത്തിലെത്തുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കൊണ്ടും കൊടുത്തും മുന്നേറാൻ മുന്നണികളൊക്കെയും സജ്ജമാണ്. തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ കൃത്യമായി പറഞ്ഞാൽ 1 മാസം മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും നിലവിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ഒക്കെയും കുറച്ച് വിശദമായി തന്നെ പരിശോധിക്കാം. ഇനി തദ്ദേശ പോര്. അപ്പോൾ തദ്ദേശപ്പോരിലെ കണക്കുകളിലേക്കും വിശകലനങ്ങളിലേക്കും ഒക്കെ പോകുന്നതിന് മുൻപ് ആദ്യം ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഒന്ന് കേൾക്കാം. ഇത്തവണ 2 ഘട്ടമായിട്ടാണ് പോളിംഗ് നടത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 2025 ഡിസംബർ 9 ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ്. ഡിസംബർ 9-നും ഡിസംബർ 11-നും 2 ഘട്ടമായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും പോളിംഗ്. വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് 2025 ഡിസംബർ 13 ശനിയാഴ്ചയാണ്. ഓക്കെ, അപ്പോ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ചൂട് പകർന്നുകൊണ്ട് ഇതാ തദ്ദേശ തിരഞ്ഞെടുപ്പിന് തീയതിയൊക്കെ കുറിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് കുറച്ച് കാര്യമായിട്ട് വിശദമായിട്ട് നോക്കാം. ഈ കാണുന്ന പോലെ തന്നെ ഡിസംബർ 9, 11 ഈ 2 തീയതികളിലായി 2 ഘട്ടമായിട്ടാണ് തദ്ദേശ വോട്ടെടുപ്പ് നടക്കുക. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാനാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ഈ ജില്ലകളാണ് 1-ാം ഘട്ടത്തിൽ, അതായത് ഡിസംബർ 9-ന് ആദ്യഘട്ടം വിധി എഴുതുക, ബൂത്തിലേക്ക് പോവുക. ഇനി 2-ാം ഘട്ടത്തിൽ പോകുന്നത് തൃശ്ശൂരും, പാലക്കാട്, മലപ്പുറം, അതേപോലെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകൾ 2-ാം ഘട്ടത്തിൽ ബൂത്തിലേക്ക് പോകും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ മാസം 21-ആണ്. സൂക്ഷ്മ പരിശോധന നവംബർ മാസം 22 വരെയാണ്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24 വരെയും ഉണ്ടാകും. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അറിയിച്ചിട്ടുണ്ട്. വ്യാജ വാർത്തകൾ നിരീക്ഷിക്കുന്നതിന് ഒരു പ്രത്യേക സമിതിയെ കൂടി നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നവംബർ 14-നാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതേപോലെ തന്നെ ഈ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ എപ്പോഴത്തേത് പോലെ തന്നെയാണ് ഇക്കുറിയും വോട്ടെടുപ്പ് ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. കാലാവധി പൂർത്തിയായിട്ടില്ലാത്ത മട്ടന്നൂർ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വാർഡ് വിഭജനത്തിന് ശേഷം ആകെ 23,612 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. മുൻപ് ഇത് 21,900 ആയിരുന്നു. മട്ടന്നൂരിലെ 36 ഒഴിവാക്കിയാൽ 23,576 വാർഡുകളിലേക്കാണ് ഇനിയിപ്പം വോട്ടെടുപ്പ് നടക്കേണ്ടത്. നോക്കൂ, നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരു സെമി ഫൈനലായി ഉൾക്കൊണ്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമായി ഏറ്റെടുത്തിരിക്കുകയാണ് മുന്നണികളൊക്കെ. നേരത്തെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ച് UDF മുന്നിൽ ഓടുന്നുണ്ട്. സർക്കാരിന്റെ വികസന നേട്ടം പ്രചാരണ ആയുധമാക്കി ഇറങ്ങാനാണ് LDFന്റെ നിലവിലെ ലക്ഷ്യം. നിയമസഭയിൽ 8 സീറ്റെങ്കിലും ലക്ഷ്യമിടുന്ന NDA ആദ്യപടിയായി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ടും സീറ്റും ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുന്നിൽ കണ്ട് പലയിടത്തും മുന്നണികൾ ആദ്യഘട്ട സ്ഥാനാർത്ഥികളൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയതോടുകൂടി ഇനി പ്രചാരണം കടുക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ഏത് വിധേനയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരമൊക്കെ പിടിച്ചെടുക്കുക തന്നെയാണ് 3 മുന്നണികളുടെയും ലക്ഷ്യം. LDF, UDF, BJP മാത്രമല്ല മറ്റ് പ്രാദേശിക പാർട്ടികളടക്കം തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും അണിയറയിൽ ഒരുക്കുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരു ദിശാസൂചികയാകും എന്നതുകൊണ്ട് തന്നെ മുന്നണികൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരികയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ UDFനേക്കാൾ 1371 വാർഡുകൾ കൂടുതലാണ് LDFന് നിലവിൽ. ഇപ്പം അങ്ങനെയുള്ള LDF ആണ് ഇപ്പോൾ ഭരണം ഒഴിയാൻ പോകുന്നത്. UDFും LDFും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അത്ര പോലും സീറ്റ് കിട്ടാതിരുന്ന NDA ആണ് 3-ാം സ്ഥാനത്തുള്ളത്. 1182 വാർഡുകളാണ് നിലവിൽ NDAക്കുള്ളത്.
NDAക്ക് കിട്ടിയതിലും കൂടുതൽ സ്വതന്ത്രർ ജയിച്ചു കയറിയിരുന്നു കഴിഞ്ഞ വട്ടം എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. കാരണം കഴിഞ്ഞ വട്ടം ജയിച്ചു കയറിയ സ്വതന്ത്രരുടെ എണ്ണം 1620 ഇപ്പം NDAയുടെ കയ്യിലുള്ളത് 1182 വാർഡുകളാണെങ്കിൽ സ്വതന്ത്രരുടെ എണ്ണം 1620 എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം. ബ്ലോക്ക് പഞ്ചായത്തിലെ കണക്കുകളിലേക്ക് പോകാം. ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തിലെ കണക്കുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മൊത്തം 1267 ഡിവിഷനുകളാണ് LDFിന്റെ കയ്യിലുള്ളത് നിലവിൽ. ഇനി UDFിന്റെ കയ്യിലുള്ളത് 727 BJPയിലേക്ക് NDAയിലേക്ക് വരികയാണെങ്കിൽ അത് 37 എണ്ണമാണ്. ജില്ലാ പഞ്ചായത്ത്, അപ്പോൾ ഇത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കണക്ക്. നേരെ ജില്ലാ പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മാത്രമല്ല, നമുക്ക് ജില്ലാ പഞ്ചായത്തും നഗരസഭയും കോർപ്പറേഷനും ആയിട്ട് തന്നെ അത് അങ്ങനെ തന്നെ പരിശോധിക്കാം. ഇപ്പോൾ LDFിന്റെ കയ്യിൽ ജില്ലാ പഞ്ചായത്ത് 212 ഡിവിഷനാണ്, UDFിന്റെ കയ്യിലുള്ളത് 110 ഡിവിഷനുകൾ, അതേപോലെ NDAയുടെ കയ്യിൽ 2 എണ്ണവുമുണ്ട്. നഗരസഭയിലേക്ക് വന്നാൽ 1167 നഗരസഭാ വാർഡുകളാണ് LDFിന്റെ കൈവശം. UDFിന്റെ കൈവശം 1172 എണ്ണമാണ്. ഇനി NDAയിലേക്ക് വരുമ്പോൾ അത് 320 വാർഡുകളാണ് NDAയുടെ കൈവശം നഗരസഭയിലുള്ളത്. ഇനി നഗരസഭ കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ പോകുന്നത് കോർപ്പറേഷൻ്റെ കാര്യത്തിലേക്കാണ്. കോർപ്പറേഷൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ 207 വാർഡുകളാണ് LDFിനുള്ളത്, 120 എണ്ണം UDFിനും, അതേപോലെ 59 എണ്ണം NDAക്കുമുണ്ട്. ഇതാണ് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം. ഇപ്പോൾ ഇതിൽ ഈ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിൽ വലിയ അന്തരമൊന്നും ഇല്ല എന്ന് പറയുമെങ്കിലും ഈ വോട്ട് നോക്കുകയാണെങ്കിൽ അതിൽ വലിയ അന്തരം നമുക്ക് കാണാൻ പറ്റും. കാരണം നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വളരുന്ന ഒരു BJP, അതാണ് നമുക്ക് ഈ ലിസ്റ്റ് നോക്കുമ്പോൾ, നമ്മൾ ഈ NDAയുടെ ലിസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ 2 എണ്ണമാണ് NDAക്കെങ്കിൽ അത് നഗരസഭയിലേക്ക് വരുമ്പോൾ 320 ആവുകയാണ്, കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ 59. അപ്പോൾ നഗര കേന്ദ്രീകൃതമായിട്ട് BJPയുടെ ചിത്രം വളർന്നു വരുന്നു. അതാണിപ്പം ഈ ഒരു കഴിഞ്ഞ വട്ടത്തെ ഒരു വോട്ട് കണക്കൊക്കെ നോക്കുമ്പോൾ ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇപ്പോൾ കോവിഡ് നടന്ന സമയം, അതായത് 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടത്തേക്കായിരുന്നു കേരളം ചാഞ്ഞത്. ഇപ്പോൾ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിലൊക്കെയും ഇടതുപക്ഷത്തിന്റെ തേരോട്ടമാണ് നമ്മൾ കണ്ടത്. അതിനിപ്പം ഈ ഗ്രാമപഞ്ചായത്തുകളിലും ചുവപ്പ് കാറ്റ് തന്നെയാണ് വീശിയടിച്ചത്. കാരണം 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF തരംഗം ആഞ്ഞടിച്ച് ഒരു വർഷത്തിനിപ്പുറമാണ് ഇടതുപക്ഷം ഈ ഒരു വിജയം സ്വന്തമാക്കുന്നത്. അപ്പം ഇത് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ശരിയായ ഒരു സൂചന കൂടി നൽകുകയായിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിന് സമാനമായിട്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം വലിയ വിജയം നേടി കുതിച്ചത് നമ്മൾ കണ്ടു. എന്നാൽ ഇക്കുറി ഇടത് കോട്ടകളെയൊക്കെ വീഴ്ത്താം എന്നാണ് UDFിന്റെ ആത്മവിശ്വാസം. 2019 സമാനമായിട്ട് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയത്തിന്റെ ഒരു ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിന് പൊതുവേ ഉള്ളത്. ലോക്സഭയിലെ സ്ഥിതിയല്ല തദ്ദേശത്തിലും നിയമസഭയിലുമൊക്കെ എന്ന് മുൻപ് തെളിയിച്ചതിന്റെ ഒരു ആത്മവിശ്വാസം സ്വാഭാവികമായിട്ടും LDFിനുണ്ട്. ക്ഷേമ പദ്ധതികൾ ഇത്തവണയും ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ നേതാക്കളൊക്കെ ഇപ്പോഴും അവകാശപ്പെടുന്നുണ്ട്. അപ്പം ആകെയുള്ള 6 കോർപ്പറേഷനുകളിൽ നിലവിൽ 5 എണ്ണവും ഭരിക്കുന്നത് ഇടതുമുന്നണി തന്നെയാണ്. നോക്കൂ, തിരുവനന്തപുരത്ത് LDF ആണ് ഭരിക്കുന്നത്, കൊച്ചിയിൽ വന്നാൽ LDF ആണ്, കോഴിക്കോടേക്ക് വന്നാൽ LDF ആണ്, തൃശ്ശൂരേക്ക് വന്നാൽ LDF ആണ്, കൊല്ലത്തേക്ക് വന്നാൽ LDF ആണ്. ആകെ ഒരൊറ്റ എണ്ണം ഉള്ളത് കണ്ണൂർ മാത്രമാണ്. കണ്ണൂർ മാത്രമാണ് നിലവിൽ UDF ഭരിക്കുന്നത്, കണ്ണൂർ മാത്രം. കോർപ്പറേഷനിലെ ഈ ഒരു മൃഗീയ ഭൂരിപക്ഷവും ഈ ഒരു മൃഗീയ ആധിപത്യവും പക്ഷേ മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് LDFിന് കാണാൻ പറ്റില്ല. ഇപ്പം ആകെയുള്ള 87 നഗരസഭകളിൽ 44 നഗരസഭകൾ മാത്രമാണ് ഇടതു മുന്നണിക്കൊപ്പമുള്ളത്. 41 നഗരസഭകൾ UDF ഭരിക്കുന്നുണ്ട്. പാലക്കാടും പന്തളത്തും BJPയുടെ ഭരണമാണ് നഗരസഭകളിലേക്ക് വരുമ്പോൾ. ഇനി ത്രിതല പഞ്ചായത്തുകളിലും കഴിഞ്ഞ വട്ടം LDFിന്റെ മുന്നേറ്റമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അത് ജില്ലയിലാവട്ടെ, ബ്ലോക്കിലാവട്ടെ, ഗ്രാമപഞ്ചായത്തിലാകട്ടെ ഒക്കെയും ഇടതുപക്ഷമാണ് വലിയ നേട്ടമുണ്ടാക്കിയത്. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 11 152 ബ്ലോക്കുകളിലും അതേപോലെ തന്നെ 113 പഞ്ചായത്തുകളും ഒക്കെയും ഭരിക്കുന്നത് LDF തന്നെയാണ്. 3 ജില്ലാ പഞ്ചായത്തുകളിലാണ് UDFിന്റെ ഭരണമുള്ളത്. അത് പറയുകയാണെങ്കിൽ ഈ എറണാകുളത്തും അതേപോലെ വയനാട്ടിലും മലപ്പുറത്തുമാണ് ജില്ലാ പഞ്ചായത്തുകളിലെ UDF ഭരണമുള്ളത്. 152 പഞ്ചായത്തുകളിൽ 38 ബ്ലോക്ക് പഞ്ചായത്തിലാണ് UDFിന്റെ ഭരണമുള്ളത്. 571 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്. അതേപോലെ തന്നെ 351 പഞ്ചായത്തുകളിൽ UDF ഉണ്ട്. NDA ഭരണം 12 പഞ്ചായത്തുകളും മറ്റുള്ളവർ 7 പഞ്ചായത്തും ഭരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ വട്ടത്തെ ഒരു ചിത്രം. അപ്പോൾ അങ്ങനെ കണക്കുകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും 5 വർഷത്തിനിടയ്ക്ക് അപ്പുറം അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞു LDFിനെ മറികടന്ന് നേട്ടമുണ്ടാക്കാം എന്നൊരു പ്രതീക്ഷയിലാണ് UDF ഉള്ളത്.
ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നും ഇപ്പോഴും നേതാക്കളൊക്കെയും കണക്ക് കൂട്ടുന്നു. 1 വർഷം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് സമാനമായ ഒരു തരംഗം, ഒരു അനുകൂല തരംഗം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാഴ്ചകൾ. നമ്മൾ ക്വിക്കായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു കണക്കുകളും കാര്യങ്ങളും ഒക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഈ തിരഞ്ഞെടുപ്പിന്റെ കുറച്ച് വിശകലനങ്ങളിലേക്കും വിവരങ്ങളിലേക്കും ഒന്ന് പോവാം. അപ്പോൾ അതിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് അർജുനും മഹേഷ് ചന്ദ്രനും, കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി, കോഴിക്കോട് നിന്ന് പ്രസാദ് ഉറുമ്പശ്ശേരിയും നമുക്കിപ്പം ചേരുന്നുണ്ട് തത്സമയം. ആദ്യം അർജുനിലേക്ക് പോവാം. അർജുൻ, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ് ഇത്തവണത്തെയും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം എന്ന് പറയാം. കാരണം കഴിഞ്ഞ തവണ 151 സീറ്റ് നേടി കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ ഇടതുമുന്നണി, രണ്ടാമതെത്തിയ NDAക്ക് 34 ഡിവിഷനുകളും UDFന് 10 ഡിവിഷനും, കോൺഗ്രസ് ഏറ്റവും ദയനീയമായി പിന്നിൽ പോകുന്നത് നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടു. പക്ഷേ ഇക്കുറി നോക്കൂ അർജുൻ, സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നേരത്തെ നടത്തി. പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലാണ് UDF. മേയർ സ്ഥാനാർത്ഥിയായിട്ട് മുൻ MLA ശബരിനാഥനെ കളത്തിലിറക്കി. മാത്രമല്ല ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതെല്ലാം തന്നെ യുവാക്കളും പരിചിത മുഖങ്ങളും ഒക്കെയാണ്. അതേ ഇപ്പുറത്ത് കുറച്ചു മുൻപാണ് CPMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. SP ദീപക്, IP ബിനു, വഞ്ചൂർ ബാബു അടക്കം സംസ്ഥാന നേതാക്കൾ അങ്ങ് ഇറക്കിയിട്ടുണ്ട് ഇടതുമുന്നണി. BJPയിലും അങ്ങനെ തന്നെയാണ്. R ശ്രീലേഖയും VV രാജേഷും അടക്കം സംസ്ഥാന നേതാക്കളാണ്. ചുരുക്കത്തിൽ തിരുവനന്തപുരത്ത് ഒരു പക്ക പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന് പറയാല്ലേ അർജുൻ? സേതു, തീർച്ചയായും കേരളത്തിലെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന ഇടം അത് തിരുവനന്തപുരം കോർപ്പറേഷനാണെന്ന് പറയാം. എല്ലാ വാർഡുകളിലും ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ട് ഇപ്പോൾ തന്നെ. നമ്മൾ സേതു പറഞ്ഞതുപോലെ തന്നെ ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെന്ന് ധരിച്ചു വെച്ചതാണ്. കാരണം അവരാണ് ഭരണ പ്രതിപക്ഷമായി നിൽക്കുന്നത്. കോൺഗ്രസിനാണെങ്കിൽ 10 സീറ്റിനടുത്താണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ മത്സരം നേരിട്ട് BJPയും CPMും തമ്മിലായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച ഇടത്തു നിന്നാണ് UDF കളി തുടങ്ങുന്നത്. ശബരിനാഥനെ ഇറക്കി ഇത്തവണ ഭരണം പിടിക്കാൻ തന്നെയാണ് മത്സരരംഗത്തേക്ക് വരുന്നതെന്ന തോന്നൽ പുറത്തേക്ക് കൊടുക്കാൻ UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക കൊണ്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല, മറ്റുള്ളവർ സ്ഥാനാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുന്ന സമയം തൊട്ട് അവർ പ്രചരണത്തിന് ഇറങ്ങിക്കഴിയുന്നതാണ് കണ്ടത്. അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്നത് K മുരളീധരനാണ് തിരുവനന്തപുരത്ത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിന് പിന്നാലെയാണ് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നത്. അതും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് മാറി. മുൻ DGP ആയിട്ടുള്ള R ശ്രീലേഖയെ മുന്നിൽ നിർത്തിക്കൊണ്ട് VV രാജേഷ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തലസ്ഥാനത്തെ നേതാക്കളെ ഒക്കെ അണിനിരത്തിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക BJPയും മുന്നോട്ട് വെച്ചു. അതിനൊപ്പമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ LDF അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വിടുന്നത്. അതിലും ഈ പറയുന്ന കരുത്തരായിട്ടുള്ള തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് CPMും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയം. 3 ഏരിയ സെക്രട്ടറിമാരൊക്കെ മത്സര രംഗത്തേക്ക് വരുന്നത് തന്നെ വലിയ ചർച്ചയാവുകയും ഏരിയ സെക്രട്ടറിമാരിനേക്കാൾ വലിയ പദവിയാണോ കൗൺസിലർ സ്ഥാനം എന്നൊക്കെ ആ പാർട്ടിക്കകത്ത് പോലും ചർച്ചയാകുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രാധാന്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുന്നതും അവിടെ ഭരണം നിലനിർത്തേണ്ടതിൻ്റെയും പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെ വലിയ ഒരു നിര തന്നെ CPMനും ഉണ്ട്. അതിലെടുത്തു പറയേണ്ടത് 3 പാർട്ടികളും പുതുമുഖങ്ങൾക്ക്, യുവാക്കൾക്ക്, യുവതികൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളതാണ്. 13 യുവതി യുവാക്കളാണ് 30 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളായി CPMൽ മത്സരിക്കുന്നത്. 13 പേരെ രംഗത്തിറക്കുകയാണ് CPM. 30 വയസ്സിന് ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള യുവനിരയെ മത്സരരംഗത്തേക്ക് ഇറക്കുന്നു. ഒപ്പം തന്നെ 3 ഏരിയ സെക്രട്ടറിമാർ, CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തിലുള്ള 2 പേർ, മുൻ മേയറായിരുന്ന ആളുകൾ, K ശ്രീകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ. അങ്ങനെ വലിയ പരിചയസമ്പന്നരും യുവനിരയും ഒക്കെ അടങ്ങുന്ന ഒരു പാനലിനെ അവതരിപ്പിക്കാൻ CPMനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ പറയാം, ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം, ത്രികോണ മത്സരം നടക്കുന്ന ഇടം ഏതാണെന്ന് ചോദിച്ചാൽ എവിടെയും തെരഞ്ഞു പോകേണ്ടതില്ല. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയായിരിക്കും. അങ്ങേയറ്റം വാശിയോട് കൂടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അതാണ് ഈ തിരുവനന്തപുരത്തെ ഒരു ചിത്രം. ഞാൻ ഇനിയിപ്പം ഈ തിരുവനന്തപുരത്തെ ഒരു വിശകലനത്തിലേക്ക്, തിരുവനന്തപുരം അല്ലെങ്കിൽ നമ്മൾ തെക്കൻ കേരളത്തിന്റെ ഒരു വിശകലനത്തിലേക്ക് പോയാൽ മഹേഷ് ചന്ദ്രൻ ഉണ്ട്. മഹേഷ്, ഇപ്പോൾ തെക്കൻ കേരളത്തിൽ നിയമസഭ കണക്കെ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പോര് നടക്കുന്നത് അർജുൻ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തായിരിക്കും. BJPക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു ഇടം കൂടിയാണ് തിരുവനന്തപുരം. പക്ഷേ ഇത്തവണ എനിക്ക് തോന്നുന്നു വലിയൊരു പ്രതിസന്ധി BJPക്ക് മുന്നിലുണ്ട്. കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയൊക്കെ ഒരു വലിയ പ്രതിസന്ധി BJPക്ക് സൃഷ്ടിക്കുന്നുണ്ട്. UDFനെ സംബന്ധിച്ചാണെങ്കിലും തിരുവനന്തപുരം നഗരത്തിൽ എത്ര ഡിവിഷനുകൾ കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. ഇപ്പം സംസ്ഥാന ഭരണം പിടിക്കുമെന്ന് അവകാശപ്പെടുന്ന UDFന് തിരുവനന്തപുരം നഗരത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കേണ്ടതുണ്ട്. വട്ടിയൂർക്കാവും നേമവും കഴക്കൂട്ടവും തിരുവനന്തപുരവും ഒക്കെ UDFനെ തുണയ്ക്കാതായിട്ടും കാലങ്ങളായി. കഴക്കൂട്ടത്തും കാട്ടായിക്കൂടത്തും ശ്രീകാര്യത്തും ഒക്കെ
CPIM കഴിഞ്ഞ വട്ടമേ ശക്തി തെളിയിച്ചിരുന്നു. അപ്പോൾ മുന്നണികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ പോര് അത് എത്രത്തോളം പ്രധാനമാണ് മഹേഷ്, തിരുവനന്തപുരത്തും പിന്നീട് തെക്കൻ കേരളത്തിൽ? സേതു, അതീവ നിർണായകമാണ് മൂന്ന് മുന്നണികൾക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും. കാരണം മുൻകാലങ്ങളിലെ പോലെയല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ്. കുറച്ച് കഴിഞ്ഞ തവണയൊക്കെ വളരെയധികം നിർണായകമായത് തുടർ ഭരണത്തിനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടിയത് തന്നെ അതിന് പ്രധാന കാരണമായി മാറിയത് തദ്ദേശഭരണ വിജയമാണെന്നാണ് CPM വിലയിരുത്തിയത്. അതനുസരിച്ചുള്ള ജാഗ്രത പുറത്തുവന്ന് CPM അതിൻ്റെ കീഴ്ഘടന നിർദ്ദേശം നൽകുകയും ചെയ്തു. നമ്മളതിൻ്റെ സർക്കുലർ അടക്കം പുറത്തുവിട്ടതാണ്. അപ്പോൾ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ വളരെയധികം നിർണായകമായിട്ട് തന്നെയാണ് മൂന്ന് മുന്നണികളും കാണുന്നത്. ഇക്കാര്യത്തിൽ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ 45 വർഷമായിട്ട് LDF ഭരിക്കുന്ന കോർപ്പറേഷനാണ്. കഴിഞ്ഞ തവണയും LDF വിജയം ആവർത്തിച്ചു. 56 സീറ്റുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ LDF നേടിയത്. 100 സീറ്റുകളിൽ 56 അവർക്കായിരുന്നു. BJPക്ക് 36 സീറ്റ് കിട്ടി. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടി 2015 കിട്ടിയ അതേ തരത്തിലേക്കുള്ള ഒരു നില തന്നെയായിരുന്നു അവർക്ക് വീണ്ടും ലഭിച്ചത്. എന്നാൽ UDFിൻ്റെ നിലയാണ് ഏറെ പരിങ്ങലായത്. UDF 10 സീറ്റുകളിൽ മാത്രം ജയിച്ചു. അതിൽ 8 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് ഒതുങ്ങിപ്പോയത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ആ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ വേണ്ടി തന്നെയാണ് KS ശബരീനാഥ് എന്ന മുൻ MLA തന്നെ കോൺഗ്രസ് രംഗത്തിറക്കുകയും K മുരളീധരന് ഈ അർജുൻ പറഞ്ഞ പോലെ തന്നെ ചാർജ് കൊടുക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമുള്ളത്. പക്ഷേ KS ശബരീനാഥൻ അടക്കമെടുത്തിരിക്കുന്ന വലിയ റിസ്ക്കാണ്. കാരണം കവടിയാർ എന്ന മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുന്നു. അത് UDFിൻ്റെ സിറ്റിംഗ് സീറ്റാണെങ്കിൽ പോലും ഒരു വോട്ടിന് മാത്രമാണ് കഴിഞ്ഞ തവണ ആ സീറ്റ് വിജയിച്ചെന്നുകൂടി കാണേണ്ടി വരും. അപ്പോൾ അത്തരത്തിലേക്ക് വലിയ വെല്ലുവിളി ഏറ്റെടുത്ത് വലിയ നേതാക്കളെ തന്നെ രംഗത്തിറക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ എങ്ങനെയും തങ്ങളുടെ ആധിപത്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് വരാൻ കഴിയണമെന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് അവർ കരുക്കൾ നീക്കിയിരിക്കുന്നത്. BJPക്കാകട്ടെ അവർ ഭരണത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവർ അട്ടിമറി ജയം നേടണമെന്ന താല്പര്യത്തിൽ പോകുന്നു. പക്ഷേ LDF ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങളില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ന് പുറത്തേക്ക് വിട്ടത്. പ്രഗത്ഭരായ മുൻപ് പല കൗൺസിലറായവർ അടക്കമുള്ളവരുടെ പട്ടികയാണ് വന്നിരിക്കുന്നത്. അത് പല മേഖലകളിലുള്ളവരുണ്ട്. അത്തരത്തിലേക്ക് വലിയ സ്വാധീനമുള്ള നേതാക്കളെ തന്നെ അവർ രംഗത്തിറക്കുകയും ചെയ്തു. മേയർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ BJPയോ അല്ലെങ്കിൽ LDFോ ഇന്ന് ആളാകുമെന്ന് വ്യക്തമായി പറയുന്നില്ല. ഒന്നിലധികം പേരെ പരിഗണിക്കുമെന്നാണ് അവർ സൂചന നൽകുന്നത്. അപ്പോൾ എന്തായാലും അത്തരത്തിലേക്ക് വലിയ മത്സരം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നു. ഭരണം നിലനിർത്താൻ LDF, ഭരണം അട്ടിമറിച്ച് നേടിയെടുക്കാൻ BJP, നില മെച്ചപ്പെടുത്താൻ കോൺഗ്രസ്, UDF. ഈ നിലയാണ്. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ തെക്കൻ കേരളം UDFിൻ്റെ കോട്ടയായിട്ട് പലപ്പോഴും മാറിയിരുന്ന പത്തനംതിട്ട അടക്കമുള്ള സ്ഥലങ്ങളുണ്ടായിരുന്ന ജില്ലയുള്ള സ്ഥലമാണ്. പക്ഷേ ആ തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വീഴ്ചയാണ്, വലിയ തകർച്ചയാണ് UDFിന് നേരിടേണ്ടി വന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിൽ വരെയും LDFിൻ്റെ തേരോട്ടം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അത് ആവർത്തിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് LDFിനുള്ളത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അടക്കമാണ് LDF നേടിയത്. സേതു മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ആകെ 14 ജില്ലാ പഞ്ചായത്ത് 11 ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞാണ് LDFിന് ലഭിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത്തരത്തിലേക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെറും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് അപ്പുറത്തേക്ക് സംസ്ഥാന ഭരണം അത് ആർക്കാണ് എന്ന് സൂചന നൽകുന്ന ഒരു കാര്യമായി മാറുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വീറും വാശിയുമേറും മത്സരം അതിൻ്റെ തരത്തിൽ അതിൻ്റെ അങ്ങേറ്റത്തേക്ക് കടക്കാൻ പോവുകയാണ്. കാരണം കാര്യങ്ങൾ ചിത്രങ്ങൾ വ്യക്തമായി സ്ഥാനാർത്ഥി പട്ടികകൾ വന്നു തുടങ്ങി. എന്തായാലും നാളെ മുതൽ തന്നെ വളരെ സജീവമായ തരത്തിലേക്ക് പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു. യെസ്, കറക്റ്റ്. അങ്ങനെ തന്നെയാണ് മഹേഷ് പറഞ്ഞ പോലെ തന്നെയാണ് തെക്കൻ കേരളത്തിലെ ഒരു അവസ്ഥ. ഇനിയിപ്പോൾ നമുക്ക് ഈ സഹിന ആൻസറിയിലേക്ക് പോകാം. സഹിന, ഇപ്പോൾ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കൊച്ചി എന്നും UDFിന് ഒരു ശക്തി കേന്ദ്രമാണ്. പക്ഷേ ആ ശക്തി നമ്മൾ സാധാരണ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും കാണാറില്ല എന്നുള്ളൊരു സത്യം കൂടിയുണ്ട്. ഭരണം മാറി വരുന്നത് കൊച്ചിയുടെ സമീപകാല ചരിത്രമെങ്കിൽ ഇത്തവണ LDF രണ്ടും കൽപ്പിച്ചാണ്. മേയർ M അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പദ്ധതികൾ ഒത്തിരിയുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDFിനേക്കാൾ 2 സീറ്റുകൾ UDF കൂടുതൽ നേടിയെങ്കിലും സ്വതന്ത്രരുടെ പിന്തുണ LDFിനെ പിന്തുണച്ചതും മറക്കാൻ കഴിയില്ല. അപ്പം പൊതുവെ എങ്ങനെയാണ് കൊച്ചിയുടെ ഒരു അവസ്ഥ? NDAക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 5 ഡിവിഷൻ അപ്പോൾ ഇത്തവണ കൊച്ചിയിലും ഒപ്പം മധ്യ കേരളത്തിലും നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? സഹിൻ, തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ LDF ഭരിച്ചത് ഒരു നൂൽപ്പാലത്തിൽ നിന്നാണ്. സേതു, മധ്യ കേരളത്തിൽ തൃശ്ശൂരും കൊച്ചിയും എല്ലാം LDF ഭരിച്ചത് നൂൽപ്പാലത്തിലാണെന്ന് പറയേണ്ടി വരും. അതിൽ തന്നെ കൊച്ചിയാണ് സുപ്രധാനമായിട്ടുള്ള ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ
ഈ LDF ഭരണത്തിന് മുന്നേയുള്ള 10 വർഷം അത് UDF ശക്തമായി ഭരിച്ചിരുന്ന ഒരു കോർപ്പറേഷനായിരുന്നു. ടോണി ചമ്മണി മേയറായിരുന്നു, തുടർന്ന് സൗമിനി ജെയിൻ മേയറായി. അതിനുശേഷമാണ് വിമതശല്യം കോൺഗ്രസിനെ വെട്ടിലാക്കിയത്. കോൺഗ്രസ് ഭരിച്ചപ്പോൾ അല്ലെങ്കിൽ ഭരണം നഷ്ടമാകുന്ന തരത്തിലേക്ക് വിമതന്മാർ രംഗത്ത് വന്നു. 5 പേരായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിൽ നിന്നും വിമത സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ചത്. ഈ 5 പേരുടെ പിന്തുണ ഇടതുമുന്നണിക്ക് ലഭിച്ചതോടെയാണ് ഭരണം കൊച്ചി കോർപ്പറേഷനിൽ ഉറപ്പിക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞതും. എന്തായാലും ആ വിമതന്മാരെ കോൺഗ്രസ് തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താൻ പറ്റാഞ്ഞതും ഒപ്പം തന്നെ അവരെ കൃത്യമായി തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞതുമാണ് കഴിഞ്ഞ ഭരണം ഇടതുമുന്നണിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇത്തവണ കളി അങ്ങനെയല്ല. അത് ഇത്തിരി കാര്യമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം NDA പിടിമുറുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കുറഞ്ഞത് 10 സീറ്റെങ്കിലും കൊച്ചി നഗരസഭയിൽ തങ്ങൾ നേടിയെടുക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് NDA ഉള്ളത്. അതിനുവേണ്ടി അവരെ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 76 മുൻപ് 74 സീറ്റ് ഡിവിഷനുകളായിരുന്നു കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ 2 ഡിവിഷനുകൾ കൂടി വർദ്ധിപ്പിച്ച 76 ഡിവിഷനുകളായി കൊച്ചി കോർപ്പറേഷൻ വലിയ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഭരണം പിടിക്കാൻ എല്ലാ മുന്നണികളും ഒരുപോലെ തന്നെ ശക്തമായി രംഗത്തുണ്ട്. പ്രത്യേകിച്ചും UDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വിമതന്മാർ തങ്ങൾക്ക് പാരയാകാതിരിക്കാൻ കഴിയാവുന്നതിൽ പരമാവധി ചെയ്യാനായിരിക്കും നേതാക്കൾ ശ്രമിക്കുക. പക്ഷേ അവിടെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് സമവായങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളും ഗ്രൂപ്പ് നേതാക്കൾ ഓരോ സീറ്റുകളും ചോദിച്ചു വാങ്ങുന്നതുമെല്ലാം വലിയ പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇടതുമുന്നണി ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കോർപ്പറേഷനായി കൊച്ചി കോർപ്പറേഷനെ വിലയിരുത്തേണ്ടി വരും. കാരണം എറണാകുളം ജില്ലയിൽ വലിയ നഷ്ടം ഇടതുമുന്നണിക്കുണ്ടായപ്പോൾ കൊച്ചി കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു അവർ ആ നഷ്ടത്തെ നികത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചി കോർപ്പറേഷൻ വിട്ടുകളയാൻ അവർ തയ്യാറാകില്ല. ജില്ലാ പഞ്ചായത്ത് UDF ഭരിച്ചപ്പോഴും കൊച്ചി കോർപ്പറേഷൻ തങ്ങളുടെ പക്കലുണ്ട് എന്നുള്ളൊരു ആശ്വാസമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാനായി അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടുവാനായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഏത് വിധേനയും കൊച്ചി കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ളൊരു നീക്കത്തിലേക്കായിരിക്കും ഇടതുമുന്നണി പോകുക. അതുകൊണ്ട് തന്നെ പല സമവായങ്ങൾക്കും ഇടതുമുന്നണി തയ്യാറാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും കഴിഞ്ഞ തവണ ഇടതുമുന്നണിയുടെ ഭരണ പിടിച്ചുനിർത്തിയിൽ പ്രധാനിയായിരുന്ന TK അഷ്റഫ് അദ്ദേഹം ഇപ്പോൾ ഇത്തവണ UDFിലേക്ക് അല്ലെങ്കിൽ UDFിനോടൊപ്പം ചേർന്ന് നിന്നായിരിക്കും സ്ഥാനാർത്ഥിയാവുക. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി TK അഷ്റഫ് രംഗത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്തവണ ശക്തമായ മത്സരമായിരിക്കും കൊച്ചി കോർപ്പറേഷനിൽ ആകമാനം ഉണ്ടാകുന്നത്. മറ്റൊന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൃശ്ശൂർ തൃശ്ശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള തിരഞ്ഞെടുപ്പ് ചിത്രമാണ് നമ്മൾ കാണേണ്ടത്. നൂൽപ്പാലത്തിലൂടെ മാത്രം 5 വർഷം ഭരണം തള്ളിക്കൊണ്ടുപോയ ഒരു ജില്ലയായിരുന്നു തൃശ്ശൂർ. അവിടെയായിരുന്നു തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം നിലനിർത്തിയത്, ഇടതുമുന്നണി ഭരണം നിലനിർത്തിയത്. ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കുമോ എല്ലായിടത്തും ഇഞ്ചോടിഞ്ചും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. മധ്യ കേരളത്തിലെ ഒരു പൊതുവൊരു അവസ്ഥയും പ്രത്യേകിച്ച് കൊച്ചിയിലെ കാര്യങ്ങളും പറയുകയായിരുന്നു സഹിൻ ആന്റണി. ഇനിയിപ്പോൾ നമുക്ക് വടക്കൻ കേരളത്തിലേക്ക് പോയാൽ കണ്ണൂരും കോഴിക്കോടും ഒക്കെയും അടങ്ങുന്ന വടക്കൻ കേരളത്തിലേക്ക് പോയാൽ പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, ഈ സാധാരണ കൊല്ലം കോർപ്പറേഷൻ പോലെയാണ് അല്ലെങ്കിൽ കൊല്ലം പോലെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പറയാം. കാരണം LDFന് വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ വട്ടം ഉണ്ടായി. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ UDFന് വലിയ മുന്നേറ്റം നമ്മൾ കണ്ടു. കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ എപ്പോഴും LDFനാണ് മേൽക്കൈ. ഇപ്പൊ ഭരണം പിടിക്കാൻ ഇറങ്ങുന്ന UDFന് ശക്തി തെളിയിക്കേണ്ടതുണ്ട്. അതുപോലെ കണ്ണൂർ കോർപ്പറേഷനിൽ LDFനും ശക്തി തെളിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ബാക്കി കണ്ണൂർ മുഴുവൻ കിട്ടിയാലും ഈ കോർപ്പറേഷനിൽ ഭരണം കിട്ടുന്നില്ല എന്നുള്ളത് LDF കുറച്ചായിട്ട് നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കോഴിക്കോട്ടെയും വടക്കൻ കേരളത്തിലെയും തദ്ദേശ തിരഞ്ഞെടുപ്പ്? സുധലക്ഷ്മി, കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏറെക്കുറെ 50 വർഷത്തോളമായി കോഴിക്കോട് കോർപ്പറേഷൻ LDF ഭരിക്കുന്ന കോർപ്പറേഷനാണ്. ഇവിടെ അധികാരത്തിലേക്ക് വരിക, ഭരണം പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തവണ കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ചിട്ടയായ പ്രവർത്തനവും നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും എല്ലാം തന്നെ UDF ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ നടന്നത് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തി അവരുടെ 22 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. രണ്ടാം ഘട്ടത്തിൽ മറ്റു സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. കോൺഗ്രസ് സ്വീകരിക്കുന്നത് അതാത് വാർഡുകളിൽ സ്വാധീനമുള്ള അവരുടെ പ്രാദേശിക പ്രവർത്തകരെ തന്നെ പരമാവധി സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളൊരു തന്ത്രമാണ് പൊതുവെ നിൽക്കുന്നത്. എങ്കിൽ പോലും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുള്ളതാണ് ചെന്നിത്തല പറയുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ എന്തായാലും UDFന് തിരിച്ചു വരാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഇവരെല്ലാം തന്നെ പങ്കുവെക്കുന്നുണ്ട്. എങ്കിൽ പോലും LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഭീഷണിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. 50 സീറ്റുകളിലാണ്
75 സീറ്റുകളാണുള്ളത്. അതിൽ 1 വർദ്ധിച്ച് 76 മാറിയിട്ടുണ്ട്. നിലവിൽ 50 സീറ്റുകളിലാണ് LDF തന്നെയുള്ളത്. അവർക്ക് അവിടങ്ങളെല്ലാം തന്നെ വലിയ തോതിലുള്ള വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നു. BJP സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 7 സീറ്റുകളിൽ നിലവിൽ കോഴിക്കോട് ജയിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ തവണ 22 സീറ്റുകളിൽ അവർ 2ാം സ്ഥാനത്ത് വന്നു എന്നുള്ളത് ഇത്തവണ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നൽകുന്നതാണ്. സേതു പറഞ്ഞതുപോലെ കണ്ണൂർ വലിയ തോതിൽ LDFന്, കോഴിക്കോട് എങ്ങനെയാണോ UDFന് അതുപോലെയാണ് കണ്ണൂർ LDFനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ ഭരണം പിടിക്കുക എന്നുള്ളത് LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടമായി അവർ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുക എന്നുള്ളത് തന്നെയാണ് LDFന്റെ ഒരു തന്ത്രം. പക്ഷേ UDF അവിടെ വളരെ ആത്മവിശ്വാസത്തിലാണ്. അവർക്ക് അവിടെ ഭരണം നിലനിർത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം അവർ പങ്കുവെക്കുന്നുണ്ട്. ഇനി തിരിച്ച് കോഴിക്കോട്ടേക്ക് വന്നതിൽ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അവരുടെ അഭിമാന പ്രശ്നമായി കാണുന്ന 2 പഞ്ചായത്തുകൾ, ഒന്ന് ഒഞ്ചിയവും ഏറാമലയുമാണ്. ഈ 2 പഞ്ചായത്തുകളിൽ 2010 ശേഷം RMP രൂപീകരിച്ചതിന് ശേഷം CPMന് അവിടെ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഇത്തവണ ഭരണം തിരിച്ചുപിടിക്കുക എന്നുള്ളത് വലിയ പോരാട്ടമായി കാണുന്നു, അഭിമാന പ്രശ്നമായി CPIM കാണുന്നു. ഇതാണ് കോഴിക്കോട്ട്. പിന്നീട് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഒരു സഖ്യം, അത് UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ വലിയ തോതിൽ ആക്ഷേപങ്ങൾ കേട്ടതാണ്. മുക്കം നഗരസഭയിൽ വെൽഫെയർ പാർട്ടിയുമായി ചേർന്നുകൊണ്ട് തന്നെയാണ് UDF നിന്നിരുന്നത്. പക്ഷേ ഭരണത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല. പക്ഷേ LDFനൊപ്പമായിരുന്നു. LDFും 15, UDF 15, പിന്നീട് 3 വെൽഫെയർ പാർട്ടി, ഒരാൾ അവിടെ സ്വതന്ത്രമായി നിന്ന ആൾ LDFനെ പിന്തുണച്ചതാണ് അവർക്ക് ഭരണം നിലനിർത്താൻ കഴിഞ്ഞത്, LDFന് ഭരണം നിലനിർത്താൻ കഴിഞ്ഞത്. മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും UDFന് തന്നെ വലിയ സ്വാധീനമുള്ള പഞ്ചായത്തുകളാണ്. അവിടെ ചില പഞ്ചായത്തുകൾ മാത്രം കോൺഗ്രസ്, ഇപ്പോൾ പൊന്മുണ്ട പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും വേറിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ UDFന്റെ ജില്ലാ നേതാക്കളുടെയും സംസ്ഥാന നേതാക്കളുടെയും എല്ലാം തന്നെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളതാണ്. പാലക്കാട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കാട് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരം എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭ തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 ടൈമിലായി അവിടെ BJP വിജയിച്ചു വരുന്ന ഒരു നഗരസഭയാണ്. അവിടെ ഇത്തവണ BJP നിലനിർത്തുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. എന്തായാലും BJP പാലക്കാട് നഗരസഭയിൽ ആത്മവിശ്വാസത്തിലാണ്. UDFും ഒരുപാട് ജനകീയ പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞ് സമരങ്ങളൊക്കെ നടത്തിയതാണ്. ഇത്തവണ പാലക്കാട് നഗരസഭയിൽ വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും പൊതുവേ എല്ലാവരും, എല്ലാ മുന്നണികളും, LDF ആണെങ്കിലും UDF ആണെങ്കിലും NDA ആണെങ്കിലും അവർക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്ന നഗരസഭകളും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളും എല്ലാം തന്നെയുണ്ട്. ഇതാണ് വടക്കൻ കേരളത്തിലെയും കോഴിക്കോട്ടെയും കണ്ണൂരിന്റെയൊക്കെയും ഒരു അവസ്ഥ. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ റിപ്പോർട്ടർമാർ അർജുനും മഹേഷ് ചന്ദ്രനും സഹിന ആന്റണിയും പ്രസാദ് ഉറുമ്പശ്ശേരിയും ഒക്കെയാണ് ഓരോരുത്തരെയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എല്ലായിടത്തും ടൈറ്റ് ഫൈറ്റ് നടക്കാൻ പോവുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് കണക്കെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.